ഗാർഡനിലെ പൂക്കാത്ത റോസ് ചെടിയും മുല്ലച്ചെടിയും അതുപോലെ മല്ലികച്ചെടിയൊക്കെ നന്നായി വളരാനും പൂക്കാനും ഒരു അടിപൊളി പവർഫുൾ ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ഒന്ന് നോക്കിയാലോ. 15 ദിവസത്തിലൊരിക്കലേ ഈ ചിലവില്ലാത്ത ഫെർട്ടിലൈസർ ഒന്ന് ഉണ്ടാക്കിയിട്ടേ ചെടികൾക്ക് കൊടുത്തു നോക്കൂ. ചെടികൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കും. പ്ലാന്റ്സ് നല്ല രീതിയിൽ പൂക്കാൻ ഫെർട്ടിലൈസർ മാത്രം പോരാ, അതുപോലെ തന്നെ പ്രധാനമാണ് പോട്ടിംഗ് മിക്സും. നല്ല ഡ്രൈനേജ് ഉള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. ഒരു പാത്രത്തിലെ 1.5 ലിറ്റർ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളവന്നതിന് ശേഷം 1 പിടി പഴത്തൊലിയും അതുപോലെ തന്നെ 1 പിടി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും 3-4 മുട്ടയുടെ തോടും കൂടെ പൊടിച്ചതിൽ ചേർത്ത് കൊടുക്കുക. മുട്ടത്തോടും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം നാരങ്ങയുടെ ഒരു 1/4 ഭാഗം അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടി, ഫ്രഷ് ആയിട്ടുള്ള തേയിലപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായി 10 മിനിറ്റോളം സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. പഴത്തൊലിയിൽ നല്ല രീതിയിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ് അതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികളെ വളരാനും പൂക്കാനും നല്ല രീതിയിൽ സഹായിക്കും. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിൽ നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും, മുട്ടത്തോടിൽ കാൽസ്യവും, നാരങ്ങയിൽ പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യവും, തേയിലയിൽ നല്ല രീതിയിൽ നൈട്രജനും അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ തന്നെ സഹായിക്കും. നല്ലതുപോലെ തണുത്ത ശേഷം 1 കപ്പ് ലായനിയിൽ 2 കപ്പ് പച്ചവെള്ളവും കൂടെ ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അതുപോലെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അടുക്കളയിലെ ഈ വേസ്റ്റുകളൊന്നും ഇനി കളയാതെ ഇതുപോലെ ഫെർട്ടിലൈസറായിട്ട് ചെടികൾക്ക് കൊടുത്തു നോക്കൂ. റിസൾട്ട് ഉറപ്പാണ്.